നമസ്കാരം. വരുന്ന 21 ദിവസത്തിനകം ലോട്ടറി അടിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇത് ഒരു വെറും പ്രവചനം മാത്രമല്ല, സത്യമായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കും. ഈ നക്ഷത്രജാതകർ അവർ എവിടെയാണെങ്കിലും ഇവർ ലോട്ടറി എടുക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ഒരു ഭാഗ്യം ഇവർക്കുണ്ട്. അതൊരു പക്ഷേ ഒരു ലോട്ടറിയിലൂടെയാകാം, അതല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനുള്ള ധനം തിരികെ കിട്ടുന്നതാകാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നു. ഇവരുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും, ഉറപ്പാണ്. ധർമ്മദൈവത്തെ പൂജിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എനിക്ക് ധർമ്മദൈവത്തെ അറിയില്ല, അപ്പോൾ ഞാൻ ആരെ ആരാധിക്കണമെന്ന്. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും, ലോട്ടറി ഭാഗ്യം തേടി വരും. ഈ വരുന്ന 21 ദിവസത്തിനകം നിങ്ങൾക്ക് വലിയ ഒരു നേട്ടത്തിന് നിങ്ങൾ ഉടമയാകും, ഉറപ്പാണ്. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എങ്ങനെയുള്ള ഭാഗ്യം? ഈ നക്ഷത്രജാതകർ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും, ഉറപ്പാണ്. നിങ്ങൾ ഈ നക്ഷത്രജാതകരാണോ? തീർച്ചയായും നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്. ഈ നക്ഷത്രജാതകരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അതായത് ഈ നക്ഷത്രജാതകരുടെ ഒപ്പമുള്ളവരും രക്ഷപ്പെടുന്ന സമയമായിരിക്കും ഈ ഒരു സമയം. ഈ നക്ഷത്രജാതകരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു ഉന്നതി വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു സമയം. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കണം ഈ നക്ഷത്രജാതകർ. വെറും ആരാധന മാത്രം പോരാ, വഴിപാടുകൾ അർപ്പിക്കണം. അമ്മയ്ക്ക് വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തണം. നിങ്ങൾ എത്തുന്നത് വലിയ സൗഭാഗ്യത്തിലേക്കാണ്, വലിയ നേട്ടത്തിലേക്കാണ്. നിങ്ങൾ ഒരു ദേവീ ഭക്തയാണ് എങ്കിൽ തീർച്ചയായും ഈ കമൻറ്റ് ബോക്സിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന, ഒത്തിരി സൗഭാഗ്യങ്ങൾ നേടുന്ന ആ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യമാണ്, അതുകൊണ്ട് ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ട്. അപ്പോൾ ചോദിക്കും, വേറൊരു ഭാഗ്യവും ഇല്ലേ എന്ന്. തീർച്ചയായും ഉണ്ട്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. കിട്ടാനുള്ള ധനമൊക്കെ തിരികെ കിട്ടും. അതല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതൊക്കെ ഇപ്പോൾ തടസ്സമില്ലാതെ നടക്കുന്ന സമയം. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നു, എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് പോകുന്നു. നിങ്ങൾ അതിസമ്പന്നരാകും. 2024 നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റേതാണ്, ഭാഗ്യ. ഭരണിയാണ് അടുത്ത നക്ഷത്രം. ഭരണി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. 21 ദിവസത്തിനകം അവർക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ഒരു കുഞ്ഞു തുകയെങ്കിലും ലോട്ടറിയിലൂടെ സമ്മാനമായി അടിച്ചിരിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ സമയം തെളിയുകയാണ്. ഇനി അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റേതാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ്. കിട്ടാനൊക്കെയുള്ള ധനം കിട്ടും. ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ജോലി കിട്ടും. ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ലോട്ടറിക്ക് തുല്യമായ ആഗ്രഹിച്ച ഒരു കാര്യമൊക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും ഭരണി നക്ഷത്ര ജാതകർക്കും വലിയ നേട്ടമാണ്. ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും, ഒത്തിരി നേട്ടത്തിലേക്ക് പോകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഇവർക്ക് നല്ല സമയമാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു സമയമാറ്റം വരുവാനുള്ള കാരണം ഇവർക്കുള്ള സമയം മാറുന്നു എന്നത് തന്നെയാണ്. അതായത് സമയം മാറുമ്പോൾ, നല്ല സമയം വരുമ്പോൾ നമുക്ക് യാദൃച്ഛികമായിട്ടായിരിക്കില്ല ഓരോരോ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. അത് നമ്മുടെ ഗോചരഫലത്തിന് അനുസരിച്ചായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഗോചരഫലം വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് വലിയ സൗഭാഗ്യമാണ്, വലിയ നേട്ടമാണ് എന്ന്. ഇവർക്കടിക്കും, ഉറപ്പായും അടിക്കും. ഒരു ലോട്ടറി ഇവർക്കടിക്കും. ഇവർക്ക് നല്ല സമയമാണ്, അഭിവൃദ്ധിയുടെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം മിഥുനക്കൂറിലെ മകീര നക്ഷത്രമാണ്. ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം. ലോട്ടറി അടിക്കും, തീർച്ച. വിദേശത്ത് പോകും, തീർച്ച. അതുപോലെ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ച് കഴിയുമ്പോൾ സാധ്യമാകും.
അതായത് മാർച്ച് വരെ നിങ്ങളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയമാണ് എങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല, ഒരു സങ്കടവും വരില്ല. ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് പോകും, നേട്ടത്തിലേക്ക് പോകും. കഴിഞ്ഞു പോയ കാലഘട്ടത്തെയൊക്കെ മറന്നേക്കുക, ദുഃഖമൊക്കെ മറക്കുക. വിദേശത്ത് നിന്ന് വരെ ലോട്ടറി അടിക്കും. അത്രയ്ക്കും ഭാഗ്യം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. അതൊക്കെ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രജാതകരാണ്. മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ 2024 വർഷഫലം, നിങ്ങളുടെ സമയം എങ്ങനെയാണെന്നറിയണ്ടേ? ആ ഗോചരഫലം ഒന്നറിയണ്ടേ? ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതൊന്നറിയുവാൻ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി ഇവർ ഗണപതി ഹോമം നടത്തണം. സ്വന്തം അധ്വാനം കൊണ്ട് വിജയം നേടുന്ന നാളുകാരാണിവർ. ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും, ഒത്തിരി നേട്ടത്തിലേക്ക് പോകും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും. കുടുംബത്തിലെ ആ സ്ഥിതികളൊക്കെ മാറും. ഈ അനുസരണയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരൊക്കെ നന്നാവുന്ന സമയമായിരിക്കും ഇപ്പോൾ. അതായത് 2024 വലിയൊരു മനം മാറ്റത്തിന് കാരണമാകും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർ. അതാണ് ഞാൻ പറഞ്ഞത്, ഗണപതി ഹോമം ഒന്ന് നടത്തിയേക്കണമെന്ന്. മാസം തോറും നടത്തുക, നവഗ്രഹ പൂജയും നടത്തുക. അതൊക്കെ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളുമാണ്. വഴിയെ ഒരാൾ പോകുമ്പോൾ ഓടി അടുത്ത് കൂടും. ഒരെണ്ണം എടുത്തിട്ട് പോകുമെന്ന് ചോദിച്ച് നിരാശപ്പെടരുത്. പണമില്ലെന്നൊന്നും ഓർത്ത് വിഷമിക്കരുത്. തീർച്ചയായും അയാളെ നിന്നൊരു ടിക്കറ്റ് എടുത്ത് വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചോ. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു തുകയെങ്കിലും അവസാനത്തെ പ്രൈസെങ്കിലും അടിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ്. നിങ്ങളുടെ സമയം തെളിയുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു നല്ല സമയം. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കും, ഉറപ്പാണ്. വരുന്ന 21 ദിവസത്തിനകം നിങ്ങൾക്ക് ഭാഗ്യവാനായി തീരും നിങ്ങൾ, ഉറപ്പാണ്. അത്തരം ഒരു വലിയ ഭാഗ്യത്തിലേക്ക്, വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം, അമ്മയൊക്കെ പ്രാർത്ഥിക്കണം. ദേവി മഹാമായ ഒരു വഴികാട്ടിത്തരും. എപ്പോഴും ഒന്നും ഒരാളായിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കത്തില്ല. നിങ്ങളുടെ സമയം തെളിഞ്ഞു. നിങ്ങളുടെ അധ്വാനത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങൾ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചതിന് ഒക്കെ ഒരു വലിയ നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ, നല്ലൊരു ലോട്ടറി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.